ചങ്ങനാശ്ശേരി പെരുന്നയിലെ മന്നത്തിന്റെ സമാധിയിൽ കയറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് CP രാധാകൃഷ്ണൻ നമ്മുടെ ഉപരാഷ്ട്രപതി, സുരേഷ് ഗോപി നമ്മുടെ മന്ത്രി, അതുപോലെ തന്നെ CV ആനന്ദബോസ് മുൻ ഗവർണർ, ഇവരൊക്കെ നടത്തിയ ചില പ്രസ്താവനകൾ ഇപ്പോൾ കേരളം ഒന്നാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചർച്ച ചെയ്തപ്പോൾ NSSുമായി ബന്ധപ്പെട്ട സാധാരണ പ്രവർത്തകരടക്കം പറയുന്നത് സുകുമാരൻ നായരുടെ നിലപാടുകൾ തെറ്റാണ്, ജനറൽ സെക്രട്ടറിക്ക് തെറ്റുപറ്റിയെന്ന് വിളിച്ചു പറയാൻ ഇവിടെ ഈ ആളുകളൊന്നും തയ്യാറാകാത്തതുകൊണ്ടാണ് അവർ ധാർഷ്ട്യം കാണിക്കുന്നത്. ഇവിടെ എന്തുകൊണ്ട് എല്ലാ ആളുകൾക്കും കയറാനുള്ള അനുമതി കൊടുക്കുന്നില്ല? അതിന് ജനറൽ സെക്രട്ടറി പറഞ്ഞ മറുപടി പട്ടിയെ ഈ മന്നം സമാധിയിൽ കയറ്റാൻ അനുവദിക്കില്ല എന്നുള്ള. ഈ പ്രോട്ടോകോൾ അനുസരിച്ച് ശബരിമല ഉൾപ്പെടെയുള്ള ഏത് ആരാധനാലയത്തിലാണെങ്കിലും ഡോഗ് സ്ക്വാഡ് വന്ന് പരിശോധന നടത്തിയേ പറ്റും. ഇതിനിടയിൽ കേരളത്തിൻ്റെ BJPയുടെ ചുമതലയുള്ള രാജീവ് ചന്ദ്രശേഖർ, അതായത് സംസ്ഥാന അധ്യക്ഷൻ, പറയുന്നു NSSനെ ഞങ്ങൾ ചേർത്ത് പിടിക്കും. NSS എന്നും ഞങ്ങൾക്ക് പിന്തുണ നൽകിയതാണ്, വ്യക്തി എന്ന നിലയിൽ എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ പറയുമ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, NSSുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരിൽ ഏറിയ പങ്കും BJPയെ പിന്തുണയ്ക്കുന്നവരാണ്. പക്ഷേ നേതൃത്വം BJP ഒരു കയ്യകലത്ത് നിർത്തുന്നു. രാജീവ് ചന്ദ്രശേഖറിൻ്റെ കേരളത്തിലെ ഈ ഒരു നീക്കം ഒരു രാഷ്ട്രീയ മുന്നേറ്റമായിട്ടോ രാഷ്ട്രീയ അജണ്ടയായിട്ടോ ഒക്കെ വിലയിരുത്തപ്പെടുന്നവരും ഉണ്ട്. അങ്ങനെ കരുതാമോ? ഇല്ല, അത് എനിക്ക് തോന്നുന്നത് കേരളത്തിലെ BJPക്ക് പലപ്പോഴും പറ്റുന്നത് ജനത്തിൻ്റെ പൾസ് അറിയുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. അത് മിക്ക രാഷ്ട്രീയ പാർട്ടികൾക്കും പറ്റുന്നുണ്ട്. BJPക്ക് പറ്റുമ്പോൾ അത് കൂടുതൽ നമ്മൾ അറിയും. കാരണം BJP വളരേണ്ട ഘട്ടത്തിൽ വളരേണ്ട വേഗതയിൽ വളരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണത്. എന്താണ് BJPക്ക് പറ്റുന്നത്? രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം മറുപടി പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഈ ക്രൈസിസിൽ ഇപ്പോൾ NSS വലിയൊരു ക്രൈസിസ് നേരിടുകയാണ്. NSSനകത്ത് സുകുമാരൻ നായർക്കെതിരായി വലിയൊരു പടയൊരുക്കം നടക്കുകയാണ്. അത് ചില്ലറക്കാരല്ല. അതിൽ നായർ സമുദായ അംഗങ്ങളായ ദേശീയ പ്രശസ്തരായ BJP നേതാക്കൾ ഉൾപ്പെടെ സുകുമാരൻ നായർക്കെതിരായിട്ട് പട നയിക്കുകയാണ്. അതിന് വലിയ ആരവത്തോടെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുണ്ട് ആ നീക്കത്തെ. ആ സമുദായ പ്രതിനിധികൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ആ നീക്കത്തെ NSSന്റെ അംഗങ്ങൾ മാത്രമല്ല, സമുദായ അംഗങ്ങൾ മൊത്തം സ്വാഗതം ചെയ്യുന്നുണ്ട്. കേരളീയ പൊതുജനം പൊതുവെ നിലപാടെടുക്കുന്നത്. കേരളത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ സമുദായ സംഘടനകളോട് ഒരു നിലപാട് എടുത്താൽ അതിന് വലിയ മൈലേജ് കിട്ടുമെന്നതിന്റെ നമ്പർ 1 എക്സാമ്പിളാണ് കേരള മുഖ്യമന്ത്രി രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJP നേതാവ്, നമ്മുടെ MLA. അദ്ദേഹം ഇപ്പോഴും എന്താണ് ഈ പൾസ് മനസ്സിലാക്കാത്തത്? കേരളത്തിന്റെ ഒരു പൾസ് അങ്ങനെയാണ്. ഒന്ന്, പിന്നെ സുകുമാരൻ നായരോട് ഇപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞാൻ സുകുമാരൻ നായരെ ചേർത്ത് പിടിക്കും. എന്നാൽ സുകുമാരൻ നായർ തിരിച്ച് BJPയോട് ഈ സമീപനം എടുത്തിട്ടുണ്ടോ എന്നെങ്കിലും? ഇല്ല. പിന്നെ എങ്ങനെ ചേർത്ത് പിടിക്കുക? BJP അണികൾ NSS അണികൾ BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവാം. അതല്ലല്ലോ ഇഷ്യൂ. പരസ്യമായി BJPയെയും BJP നേതാക്കളെയും വളരെ കൃത്യമായി അകറ്റി നിർത്തുന്നുണ്ട്. മാത്രമല്ല, പ്രത്യക്ഷമായി BJP കേരളത്തിൽ ആരോടാ പൊരുതുന്നത്? കേരളത്തിലെ ഏറ്റവും ശക്തമായി പൊരുതിയിരുന്നത് എന്നും കഴിഞ്ഞ 10 കൊല്ലമായിട്ട് CPMനോടാണല്ലോ. ആ CPMനെ അല്ലേ സുകുമാരൻ നായർ ചേർത്ത് നിർത്തിയത്? ഇനി ആരോടാണ് ഇപ്പോൾ CPM എപ്പോഴെങ്കിലും CPMന്റെ BJPയുടെ നേതാക്കന്മാരാണല്ലോ മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുമതി കിട്ടാതെ അപമാനിതരായത്. അത് ദേശത്തിന്റെ നേതാക്കളും കൂടിയാണ്. ആലോചിച്ച് നോക്കൂ. ഇപ്പോ CP രാധാകൃഷ്ണൻ എന്ന മനുഷ്യൻ വെറും വ്യക്തിയല്ലല്ലോ. ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ നമ്മുടെ ഭരണഘടന പ്രകാരമുള്ള ഇന്ത്യയിലെ ഏറ്റവും ഉന്നത പദവികളിൽ 2ാമത്തേതിൽ ഇരിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന് മന്നം സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ പാടില്ല എന്ന് വിലക്കിയതിന് സുകുമാരൻ നായർ ഇപ്പൊ പറയുന്ന കാരണമൊന്നും അന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി അതല്ല കാരണം എന്നുള്ളത് വളരെ വ്യക്തമല്ലേ? അദ്ദേഹം എന്തിനാണ് അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയോട് കാണിച്ചത്? അദ്ദേഹം പറയുന്ന ഡോഗ് സ്ക്വാഡാണ് ഇപ്പൊ പറയുക. ഒരു കാര്യം കൃത്യമാണ്, ഈ 3 നേതാക്കളോടും ഇപ്പൊ ഡൽഹിയിൽ മന്നം സ്മാരകം സ്ഥാപിക്കുമ്പോൾ അവിടെ ഉദ്ഘാടനത്തിന് ചെന്ന 3 പേരും, ആ 3 പേരും വളരെ കൃത്യമായി BJPക്കാരാണ്. 3 പേരും BJPക്കാരാണ്. ഈ 3 പേരും സുകുമാരൻ നായരുടെ അതിക്രമത്തിന് ഇരയായവരാണ്, വിലക്ക് നേരിട്ടവരാണ്. എങ്ങനെയാണ് ഒരു സമുദായത്തിന് പേരിൽ, അതും മന്നത്ത് പത്മനാഭനെ പോലെ ഒരു വലിയ നേതാവിന്റെ സ്മൃതി മണ്ഡപത്തിൽ ചെല്ലാൻ പാടില്ല എന്ന് സുകുമാരൻ നായർ കൽപ്പിക്കുക? ആരോട്? സാധാരണക്കാരോടല്ല, BJPയുടെ ഉന്നതരായ നേതാക്കളോട്, അതുവഴി രാജ്യം അംഗീകരിച്ച നേതാക്കളോട്. ഒരാൾ ഗവർണറാണ്, ഒരാൾ കേന്ദ്രമന്ത്രിയാണ്, ഒരാൾ ഉപരാഷ്ട്രപതിയാണ്.
ഇതിനോട് ആരുടെ കൂടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ നിൽക്കേണ്ടത്? ഈ ഘട്ടത്തിൽ സുകുമാരൻ നായരെ ഞാൻ ചേർത്ത് പിടിക്കുന്നു, NSSനെ ഞാൻ ചേർത്ത് പിടിക്കുന്നു, NSS ആണ് ശരി എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന BJP ഉണ്ടാക്കുന്ന റിസൾട്ട് എന്തായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് വളരെ കൃത്യമാണ്. സത്യത്തിൽ സുകുമാരൻ നായരല്ല NSS എന്നാണ് സത്യത്തിൽ ഇപ്പോ. എന്നാലുള്ള ഗുണം എന്താ അറിയോ? സുകുമാരൻ നായരല്ല NSS. നായർ സമുദായം ഞങ്ങളുടെ എല്ലാ കാലത്തും ഞങ്ങളെ പിന്തുണച്ചവരാണ്. നായർ സമുദായത്തിന്റെ ആചാര്യനാണ് മന്നത്ത് പത്മനാഭൻ. ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാനിക്കും, അദ്ദേഹത്തിന്റെ കൂടെയാണ്, NSSന്റെ കൂടെയാണ്. എന്നാൽ ജനനേതാക്കൾക്ക് വിലക്ക് കൽപ്പിക്കുന്ന സുകുമാരൻ നായരുടെ കൂടെ അല്ല എന്ന് പറയേണ്ടതല്ലേ രാഷ്ട്രീയമായിട്ട്? അത് പറഞ്ഞില്ല അദ്ദേഹം, മറിച്ചാണ് പറഞ്ഞത്. ഈ ഘട്ടത്തിൽ സത്യത്തിൽ വലിയ ജനവികാരത്തിനെതിരാണ് രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായം. ഒന്ന്. രണ്ടാമത്തെ കാര്യം ആലോചിച്ച് നോക്കൂ. BJPക്കാരോട് നഗ്നമായ എതിർപ്പ്, ആവശ്യമില്ലാത്ത വൈകാരികമായ വിരോധം സൂക്ഷിച്ച ഒരു NSS സെക്രട്ടറിയാണ് സുകുമാരൻ നായർ. BJPയോട് എന്തെല്ലാം വിരോധമാണ് കാണിച്ചത്? അവന്റെ കളി ആരെക്കുറിച്ചാ? സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞ ഓർമ്മയില്ലേ? അവനെ ഇവിടെ ഇങ്ങോട്ട് എടുക്കണ്ട, അവന്റെ കളി എന്നൊക്കെ വളരെ വളരെ മോശമായ ഭാഷയിൽ സുരേഷ് ഗോപിക്കെതിരെ. പക്ഷെ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഭാഷയിൽ മറുപടി പറഞ്ഞിട്ടില്ല. അന്നും പറഞ്ഞില്ല. വളരെ മാന്യമായിട്ട് അദ്ദേഹം സമുദായത്തെ ബഹുമാനിച്ചു. അതെ, ഈ അവിടെ ഒരു ശുദ്ധികലശം ഉണ്ടാകുമെന്നാണ് സുരേഷ് ഗോപി. അത് ഉണ്ടാകുമെന്ന് പറഞ്ഞതിൽ വളരെ കൃത്യമായ അർത്ഥം കൂടിയുണ്ട്. അത് ഉണ്ടാവേണ്ടത് അകത്തു നിന്നാണ്. അതെ, അല്ല, പ്രശ്നം എന്താ വെച്ചാല് ഈ NSSന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവരാണ് ഈ താഴെ തട്ടിലുള്ള ഘടകങ്ങളുടെ തലപ്പത്തേക്ക് ആളുകളെ തീരുമാനിക്കണം. ഇപ്പം ഒരു താലൂക്ക് ഭരണസമിതികളുണ്ടാവും. താലൂക്ക് ഭരണസമിതിയുടെ അധ്യക്ഷൻ ആരാണെന്ന് പെരുന്നേലിരുന്നാ തീരുമാനിക്കുന്നത്. ഇത് ജനാധിപത്യപരമായിട്ട് ഇവിടുന്ന് താഴെ തട്ടിലുള്ള ഇലക്ഷൻ നടത്തി ആളുകളെ തെരഞ്ഞെടുക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ നേതൃത്വത്തെ അനുകൂലിക്കുന്നവർ, അവരുടെ മുമ്പിൽ കുമ്പിടുന്നവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടും, അല്ലാത്തവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ വാർത്തകളൊക്കെ ചെയ്തപ്പോൾ NSS അനുകൂലികളായ നിരവധി പേർ താഴെ വന്നിട്ട് പറയുന്നത് നിങ്ങൾ പറയുന്നതാണ് ശരി, സുകുമാരൻ നായരുടെ ധാർഷ്ട്യമാണ് ആ സംഘടനയെ ഇല്ലാതാക്കുന്നത്. സുകുമാരൻ നായർ എന്തിനാണ് ആ ധാർഷ്ട്യം കാണിക്കുന്നത്? ഇപ്പോൾ NSSന്റെ ആസ്ഥാനത്ത് മന്നം സമാധി ഉണ്ടാകുന്നു, അവിടെ ഒരു പുഷ്പാർച്ചന നടത്താൻ ആളുകൾ വന്നാൽ അതിനുള്ള അനുവാദം കൊടുക്കണം. എന്താണ് ഡൽഹിയെക്കുറിച്ച് ഇത്രയധികം ഈ CP രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ ഉപരാഷ്ട്രപതി പ്രശംസിച്ചത്? അവിടെയുള്ള കെട്ടിടം ഒരു സെക്രട്ടറിയോ പ്രസിഡന്റോ പറഞ്ഞ് നീ കയറണ്ട, അവൻ വരണ്ട എന്ന് പറയുന്നിടത്തല്ല. ജാതി മത ഭേദമന്യേ ആർക്കും അവിടെ എപ്പോഴും വരാം, അവിടുത്തെ പരിപാടികൾക്ക് സംഭാവന പിരിക്കാം, അവിടെ മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യാം. അപ്പൊ എല്ലാവരെയും സമഭാവനയോടെ കൊണ്ടുപോകണം. ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും ഉൾപ്പെടെയുള്ള സാമൂഹ്യ ആചാര്യന്മാരുടെ രക്തത്തിന്റെയും വിയർപ്പിന്റെയും ഫലമാണ് ഇന്നത്തെ ഹൈന്ദവ സമൂഹം ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോ ഈ NSSുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ BJPയോട് ചാഞ്ഞു നിൽക്കുന്നു, പക്ഷേ നേതൃത്വം BJPയോട് അനുകൂലിക്കുന്നില്ല. ഇവിടെ സുരേഷ് ഗോപിയുടെ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ അടക്കം പ്രസ്താവനകളെ തള്ളിക്കളയുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ ഈ NSSന്റെ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെ ചേർത്ത് പിടിക്കുന്നു എന്നാണ് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ ഒന്ന് സഹായിക്കണമെന്ന് സുകുനായർ ഉൾപ്പെടെയുള്ള നേതൃത്വം BJPയോട് റിക്വസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് നിങ്ങൾ അപഹാസ്യരാകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒന്ന് സഹായിക്കാം, അങ്ങനെ ഒരു തന്ത്രവും BJPക്ക് പ്രയോഗിക്കാം. BJP എനിക്ക് തോന്നുന്നു തന്ത്രവും പ്രയോഗിക്കുന്നില്ല, പൾസ് അറിഞ്ഞുള്ള നിലപാടും എടുക്കുന്നില്ല. അത് വലിയ അപകടമാണ്. ഒന്ന്, ഇപ്പോ മറ്റൊരു കാര്യം എടുത്തു നോക്കൂ. സുകുമാരൻ നായരുടെ പിന്തുണ, സുകുമാരൻ നായരെ ചേർത്ത് പിടിച്ചാൽ കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഗുണമാണോ ദോഷമാണോ അതും പഠിക്കണ്ടേ? ഇദ്ദേഹം ഞാൻ സുകുമാരൻ നായരെ ചേർത്ത് പിടിക്കുന്നു എന്ന് പറയുമ്പോൾ സുകുമാരൻ നായരെ ചേർത്ത് പിടിച്ചവരുടെ ഗതി എന്താ? സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ ചേർത്ത് പിടിച്ചല്ലോ. സ്വന്തം കുടുംബത്തെ. അതുകൊണ്ട് എന്താ ഉണ്ടായത്? പാർട്ടിയെ ഇല്ലാതായി. പിണറായി വിജയനെ അഡ്രസ് ഇല്ലാതായി. മാത്രമല്ല അതുവഴി NSSന് സമൂഹത്തിൽ വിലയും ഇല്ലാതായില്ലേ അദ്ദേഹം ആ നിലപാടെടുത്തതുകൊണ്ട്. ഇനി സുകുമാരൻ നായരെ നേർക്കുനേരെ വളരെ തന്ത്രപരമായി എതിർക്കുകയും മുഖ്യമന്ത്രി പോലുള്ള ഒരു പദവിയിൽ ഇരുന്നിട്ട് ഒന്ന് കാണാൻ പോലും അവസരം കൊടുക്കാതെ അപമാനിക്കുകയും ചെയ്താൽ, വളരെ സമർത്ഥമായിട്ട് അപമാനിക്കുകയും ചെയ്താൽ കേരളത്തിൽ കിട്ടുന്ന ഗുണം എന്താണ് എന്നാലോചിച്ച് നോക്കൂ. VD സതീശന് കിട്ടുന്ന മൈലേജിൽ അതൊരു പങ്കല്ലേ, പ്രധാനപ്പെട്ട പങ്കല്ലേ. അദ്ദേഹം 2 സമുദായ നേതാക്കന്മാരെയും വല്ലാതെ വണങ്ങാൻ പോയില്ല, വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും. സതീശനെ ജനങ്ങൾ തിരഞ്ഞെടുത്തു, സതീശൻ മുഖ്യമന്ത്രിയായി. ഇതൊന്നും സത്യത്തിൽ എന്തുകൊണ്ടാണ് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പഠിക്കാത്തത്? എപ്പോഴെങ്കിലും BJP NSS നേതാവിനെ ചേർത്ത് പിടിക്കണമെങ്കിൽ NSS നേതാവ് വല്ലപ്പോഴും BJPയെ ചേർത്ത് പിടിക്കണ്ടേ?
BJPയോട് കടുത്ത ശത്രുത. അതെന്തിനായിരുന്നു? പിണറായി വിജയന് വേണ്ടിയുള്ള നാടകമായിരുന്നു. പിണറായി വിജയൻ തോറ്റമ്പി പോയിട്ട് ആ നിലപാടിൽ മാറ്റം വരുത്തിയോ? ഇല്ല. അതുകൊണ്ട് ഇപ്പോ ഇത്തരം കാര്യങ്ങളിൽ സമയം വളരെ പ്രധാനമാണ്, കാലം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തക്ക സമയത്ത് യുക്തമായ നിലപാട് BJP നേതൃത്വത്തിന് എടുക്കാൻ കഴിയാത്തതാണ് എപ്പോഴും രാഷ്ട്രീയത്തിൽ പരാജയം ഉണ്ടാക്കുക. ഇത് തന്നെയാണല്ലോ ശബരിമലയുടെ ഇഷ്യൂവിലും സംഭവിച്ചത്. തന്ത്രി കുടുംബത്തെ ചോദ്യം ചെയ്തേ തീരൂ എന്ന് ഹൈന്ദവ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ആലോചിക്കുമ്പോൾ BJPയുടെ ഒരു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പരസ്യമായി പ്രതികരിക്കുമ്പോൾ അത് ഞങ്ങളുടെ അഭിപ്രായമല്ല, വ്യക്തിപരമായി ഏത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വ്യക്തിപരമായി പറഞ്ഞതാവും എന്ന് പറഞ്ഞുകൊണ്ട് തന്ത്രി കുടുംബത്തെയും ചേർത്ത് പിടിക്കുന്നു. ആരാണോ കളങ്കിതരായിട്ടുള്ളത്, ആർക്കെതിരാണോ ജനവികാരം, അവരെ ചേർത്ത് പിടിക്കുന്നു. ഒരേ സമയം തന്ത്രിയെ ചേർത്ത് പിടിക്കുന്നു, സുകുമാരൻ നായരെയും ചേർത്ത് പിടിക്കുന്നു. ഇതുവഴി രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. തന്ത്രിയെ ചേർത്ത് പിടിക്കുമ്പോൾ ശബരിമല വിശ്വാസികളുടെ പിന്തുണ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. സുകുമാരൻ നായരെ ചേർത്ത് പിടിക്കുമ്പോൾ നായർ സമുദായത്തിന്റെയും NSSന്റെയും പിന്തുണ നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അതെന്തുകൊണ്ടാണ് എനിക്കറിയില്ല. ആരെങ്കിലുമൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ എന്ന വലിയ നേതാവിന് ആ ഒരു കൃത്യമായ ജനവികാരം ആരെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ടാണാവോ അത് സംഭവിക്കാത്തത് എന്ന് പറഞ്ഞാൽ, ജനവികാരവും BJP നേതൃത്വവും തമ്മിൽ ഇത്ര വലിയ അകലം ഉണ്ടോ? ഉണ്ടെങ്കിൽ അതായിരിക്കില്ലേ BJPയുടെ ഏറ്റവും വലിയ പരാജയം? അതെ, ഇപ്പൊ കയ്യാലപ്പുറത്ത് നിൽക്കുകയാണ് NSS. അതുകൊണ്ട് തന്നെ BJPയുടെ കാല് പിടിക്കാൻ അവർ തയ്യാറാവും. സുകുനായരുടെ തന്ത്രങ്ങളിൽ വശംവദനായിട്ട് ഈ പറയുന്ന കേന്ദ്ര നേതാക്കളെ ഈ രാജീവ് ചന്ദ്രശേഖർ തള്ളി പറയുന്നുണ്ടെങ്കിൽ അത് ശരിയാകില്ല എന്നായിരിക്കും BJP അനുഭാവികളുടെയും NSS അനുഭാവികളുടെയും നിലപാട്. തീർച്ചയായിട്ടും യുക്തമായ തീരുമാനം എടുക്കട്ടെ. യെസ്.